നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ലഡുവാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ഇടാനും മറക്കല്ലേ. ലഡു ഉണ്ടാക്കാൻ 2 സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഞാൻ ഇവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അരിച്ചെടുത്ത കടലമാവ്. ഇനി അരിച്ചെടുത്ത കടലമാവ്, കുറച്ച് ഉപ്പ്, 1 നുള്ളി സോഡക്കാരം. ഇത് വെച്ചിനി നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് മിക്സാക്കണം. കുറേശ്ശെയായി വെള്ളം ഒഴിക്കുക. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ദോശമാവ് പരുവത്തിൽ കലക്കിയെടുക്കുക. ഈ പരുവത്തിൽ ഉണ്ടാക്കണം. ഈ പരുവത്തിൽ കലക്കിയെടുക്കുക. ലഡുവിന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയോ ഫുഡ് കളർ ചേർക്കുകയോ ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഏത് എണ്ണ വേണ്ടിയെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം തീ കുറക്കുക. പിന്നീട് ഇതുപോലെയുള്ള അരിപ്പയെടുത്ത് മാവ് കോരി ഒഴിക്കുക. മാവ് ഇങ്ങനെ ചുറ്റിച്ചാണ് ഒഴിക്കേണ്ടത്. ഇതുപോലെയുള്ളൊരു അരിപ്പയെടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. 5-10 സെക്കൻഡിൽ കൂടുതൽ സമയം എണ്ണയിൽ ഇടരുത്. കൂടുതൽ സമയം ഇട്ടാൽ മുരിഞ്ഞു പോകും. മുഴുവൻ മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തുകൊണ്ട് ഇനി പഞ്ചസാര ഉരുക്കിയെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി പഞ്ചസാര നന്നായി ഉരുക്കിയെടുക്കുക. കുറച്ച് വറ്റിയതിന് ശേഷം ഈ കുഞ്ചി ഇതിലേക്ക് ഇടുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കുക. തണുക്കാൻ വെക്കുക. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയെടുക്കുക. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുക്കുക. അണ്ടിപ്പരിപ്പ് ചുവന്നതിന് ശേഷം മുന്തിരിങ്ങ ചേർക്കുക. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി യോജിപ്പിക്കുക. കൽക്കണ്ടി വേണ്ടിയൊക്കെ ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടൊന്നുമില്ല.
ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. സ്വാദിഷ്ടമായ ലഡു തയ്യാറായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.